പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ കോൺഗ്രസിന് തിരിച്ചടി. 2 സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. 12-ാം വാർഡിലെ ടി.കെ. സുജിത, വാർഡ് 15-ലെ ദീപ ഗിരീഷ് എന്നിവരുടെ നാമനിർദ്ദേശ പത്രികകളാണ് തള്ളിയത്. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നത്. സച്ചിൻ, എന്ത് അബദ്ധമാണ് ഇവർക്ക് പിണഞ്ഞത്? ഒരു വലിയ തിരിച്ചടിയാണ് പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത്. 2 സ്ഥാനാർത്ഥികൾ, അതായത് വാർഡ് 12-ൽ മത്സരിക്കുന്ന ടി.കെ. സുജിത, അതുപോലെ തന്നെ വാർഡ് 15-ൽ മത്സരിക്കുന്ന ദീപ ഗിരീഷ് എന്നിവരുടെ നാമനിർദ്ദേശ പത്രികയാണ് നിലവിൽ വരണാധികാരി തള്ളിയിരിക്കുന്നത്. നിലവിൽ 13-ാം വാർഡിലെ മെമ്പർ കൂടിയാണ് നിലവിലെ ദീപ ഗിരീഷ്. ഇവര് പത്രിക സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അപേക്ഷയിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. അതായത് പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ഒരു നിർമ്മാണ യൂണിറ്റിന്റെ ഭാരവാഹികളാണ് സുജിതയും അതേപോലെ തന്നെ ദീപയും. പഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സൈൻ ബോർഡ് നിർമ്മാണ യൂണിറ്റിന്റെ ഭാരവാഹികളാണ്. ഇത്തരത്തിൽ ഭാരവാഹികളായിരിക്കുന്ന ആളുകൾക്ക് പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന നിയമവ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം തന്നെ കൃത്യമായ രീതിയിൽ LDFന്റെ അടക്കം അംഗങ്ങൾ ഇവരുടെ നിർദ്ദേശ പത്രിക തള്ളണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. തുടർന്ന് നിയമോപദേശകരടക്കം എത്തി പരിശോധന നടത്തിയതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയത്. തുടർന്നാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നത്. ഇരുവരും ഡമ്മി സ്ഥാനാർത്ഥി നിലവിൽ പഞ്ചായത്തിലുണ്ട്. എന്നാൽ പോലും LDFന്റെ വിജയം വളരെ വലിയ രീതിയിൽ സുനിശ്ചിതമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. ശരി, സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.